ഞങ്ങളിവിടെ ഹയാത്തിലില്ലാതിരിക്കണം, ഞങ്ങളുള്ള കാലത്തോളം അള്ളാന്റെ ആളുകളായ സൂഫിയാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥതയിൽ നിന്നുകൊണ്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും കേട്ടോ. കേട്ടോളാണ് പറയുന്നത്. സൂഫി എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രത്യേക ഒരു ഗ്രൂപ്പ് ഒന്നല്ല. എല്ലാ മുഅ്മിനീങ്ങളും സൂഫികളാണ്. ഖൽബ് ശുദ്ധിയാകണം, അമൽ നന്നാകണം, അതാണ് സൂഫി എന്ന് പറഞ്ഞത്. സൂഫി എന്ന് പറയുന്നത് മസ്ജിദിന്റെ ഒരു മൂലയിലിരുന്ന് 1000 മണിയുള്ള തസ്ബീഹ് മാല ഇങ്ങനെ മറിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് 1000, സുബ്ഹാനല്ലാഹ് 1000, അൽഹംദുലില്ലാഹ് 1000, അല്ലാഹു അക്ബർ 1000 ഇങ്ങനെ വൈകുന്നേരം വരെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആരെങ്കിലും മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞാൽ ഇത് സൂഫിയല്ല. സൂഫിയാണെങ്കിൽ ചിരിക്കും, വർത്തമാനം പറയും, ജനങ്ങളുമായി മിങ്കിളാകും, അതാണ് സൂഫി. ഗൗരവപ്പെട്ട് അങ്ങനെ ഒരാൾ സ്വന്തമായൊരു മൂലയിൽ ഇബാദത്തും ചെയ്ത് കുത്തിരുന്നിട്ട് ആർക്കും ഒരു കാര്യമില്ല. അല്ലാഹു തആലാക്ക് നിന്റെ ഇബാദത്ത് കൊണ്ട് ഒരു കാര്യമില്ല. അല്ലാഹുക്ക് ആവശ്യമില്ല നിന്റെ ഇബാദത്ത്. പിന്നെ വേറൊരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണ്ടേ? അതുമില്ല. നിനക്ക് മാത്രം കിട്ടും, വലിയ കൂലി കിട്ടും, നീ സ്വർഗ്ഗത്തിൽ പോകും. എന്നാൽ ഒരാൾ ഫർള് മാത്രം നിസ്കരിക്കും, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കും, ജമാഅത്തിന് 5 വക്തും പോകും, പിന്നെ ഉള്ള സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകും, എങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തകനാണ് പള്ളിയിൽ മാത്രം ഇരുന്ന് ദിക്റും ഇബാദത്തും ചെയ്യുന്നവനേക്കാൾ പുണ്യമുള്ള ആൾ. വളരെ ഉഷാറായല്ലോ. അപ്പൊ യഥാർത്ഥ ഇയാളെപ്പ നമ്മൾ എന്ത് വിളിക്കണം? സൂഫി. ഞങ്ങൾ വിളിച്ചോളാ, അതിന് മുമ്പ് ഒരു ലഫ്ള് കൂട്ടിക്കൊടുക്കണം, കള്ള സൂഫി. അല്ലാതെ യഥാർത്ഥ സൂഫി വിളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാനുള്ള പരിപാടി നമുക്ക് ഒരു വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ പിന്നെ റേഷൻ കാർഡ് ചേർത്ത് കൊടുക്കുക, അതൊക്കെയാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂലിയും കിട്ടും, അത് വേറെ കാര്യം. രാഷ്ട്രീയക്കാരത് ചെയ്യണം, വാർഡ് മെമ്പർമാരും അതാ ചെയ്യേണ്ടത്. സ്റ്റേജ് കൈകാര്യം അവര് പണിയല്ല, അതവര് ചെയ്യരുത്. അതേ സമയത്ത് അവര് ചെയ്യേണ്ടത് ഇതാണ്: റേഷൻ കാർഡ് നന്നാക്കി കൊടുക്കണം, പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവരെ സഹായിക്കണം. ഈ വാർഡിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ഫലം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അവരെ പണി. അവരെടുക്കണം. ഉലമാഇന്റെ പണി അവരെടുക്കണം. നാട്ടുകാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം മാത്രമൊന്നുമില്ല. കൊടക്കലിൽ നാട്ടുകാർ പരിപാടി മുടക്കിയതാണ്. നാട്ടുകാർ എന്ന് പറഞ്ഞാൽ 4 ആൾ മാത്രം. ഇവിടെ വന്നപ്പോ എല്ലാ ജനങ്ങളും, ഇവിടെ പരിസരത്തുള്ള വീട്ടുകാരും നാട്ടുകാരും ഒക്കെ, ഇതിപ്പോ നമ്മളെല്ലാരും അംഗീകരിക്കുന്ന സത്യമല്ലേ പറയുന്നത്? ഇവിടെ ഔലിയാക്കള് ഖിയാമത്ത് നാൾ വരേണ്ടെന്ന് ഇവിടെ എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നതാണ്, അല്ലേ? അത് വിശ്വസിക്കാത്ത ഈ പൊന്മള ടീം പറയും തെറ്റാന്ന് പറയാൻ. അതെല്ലാരും ഒറ്റക്കെട്ടല്ലേ? അതിനിവിടെ തർക്കണ്ടോ? ഒരു വലിയനെതിരെ, ഒരു മഹാനെതിരെ ഒരാൾ പോരാടിയാൽ അത് തെറ്റാന്ന് പണ്ടുണ്ട്. ഇപ്പൊ ഇബ്നുൽ അറബി തങ്ങൾ ശൈഖുൽ അക്ബർ എന്ന പേര് കിട്ടിയത് എങ്ങനെ? അന്നത്തെ കാലത്തെ പണ്ഡിതനാന്ന് പറഞ്ഞ ആളുകൾ സൂഫിയാക്കളെ, ഔലിയാക്കളെ എതിർത്തപ്പോ അവർക്കെതിരെ സമരം നടത്തിയിട്ട് കിട്ടിയ പേരാ ശൈഖുൽ അക്ബർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഔലിയാക്കളില്ല. എന്നെ കുറിച്ച് അതല്ലേ പറഞ്ഞ് അയാളെ ഒരു കള്ളത്തൊരീക്കത്തിലാണ്. കള്ളത്തൊരീക്കത്തിൽ നിങ്ങളൊന്നും എടുക്ക്, ഉസ്താദിനൊന്നും എടുക്ക്. എല്ലാം നിങ്ങളാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയത്, അല്ലേ? ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാൻ, അവര് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂരിൽ ജീവിച്ചു. അവരിങ്ങനെ ജീവിച്ചു വരുന്നതിനിടയിൽ അവരെ ഇബാദത്തും അവരുടേതായ ദിക്റും സ്വലാത്തേറ്റ് ഇങ്ങനെ പോകുമ്പോ ഇവര് മനസ്സിലാക്കി, ഒരു മഹാനുണ്ട്, നമ്മക്കൊന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാം. അതാ ചിന്ത, അതാണ് നശിച്ചത്. അങ്ങനെ എന്തുണ്ടായി? ഉസ്താദ് അവറുകൾ റൂമിലിരിക്കുന്ന കാലത്ത് ദിക്ർ ദുആ മജ്ലിസ് തുടങ്ങി. മർക്കസിലും ഇഹ്യാ സുന്നയിലും അതേപോലെ മർക്കസ് ഗാർഡനിലും കോഴിക്കോട്ടെ ഏറ്റവും വലിയ സമ്മേളനത്തിലും ഒക്കെ ഉസ്താദിനെ കൊണ്ടുവന്നത് ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളോട് പറഞ്ഞത്. എന്ത്? ഉസ്താദ് അവറുകൾ വലിയ മഹാനാണ്, അവര് ദ്വാരുന്നാൽ ഉത്തരം കിട്ടും, അവര് വലിയാണ്, മഹാനാണ്. ഇതൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾ അവരുമായി അടുത്തു നോക്കുമ്പോ വളരെ ക്ലിയർ ആണത്. അത് വളരെ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലായി. അവരുടെ ജീവിതം ഞങ്ങൾ കണ്ടു. എല്ലാ ദിവസവും അവിടെ നിന്ന് നോമ്പിലാണ്, എല്ലാ രാത്രിയിലും ഉറക്കമില്ലാതെ ഇബാദത്തിലാണ്. ഇത് ഞങ്ങൾ
സംഗതി എന്തുണ്ടായി? നിങ്ങൾ ആളുകളോട് പറഞ്ഞെടുത്തപ്പോ ആളുകൾ ഉസ്താദിന്റെ കൂടെ അങ്ങ് വന്നു. ഉസ്താദ് വിദേശത്ത് വരെ പോയി. സംഗതി ഗുരുമാരായി പോയി. കാരണം സംഘടനയിൽ പ്രവർത്തിച്ച് നേതാവായ ആളുകൾ മുന്നിൽ ഇരിക്കുന്നതിന്റെ പകരം ഉസ്താദ് മുന്നിലെത്തി. പല ആളുകളുടെയും സ്റ്റേജ് നഷ്ടപ്പെട്ടു. ഹസദ് വന്നു. ആ ഹസദാണ് നേരത്തെ ഖാബീലിന് ഹാബീലിനോടുണ്ടായത്. ഹുസൈനാര് തങ്ങൾ കൂഫയിൽ വന്നപ്പോ ഹുസൈനാര് തങ്ങൾ മുത്തുനബിയുടെ പേരക്കുട്ടിയാണ്, അലി തങ്ങളെ മോനാണ്, ഫാത്തിമ ബീവിയുടെ പൊന്നാര മോനാണ്. പക്ഷേ ആ ഹുസൈനാര് തങ്ങൾ കൂഫയിൽ വന്നാൽ ഭരണം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് ഭരണാധികാരിയായ യസീദ്, അയാൾ മുസ്ലിമാ പേരിൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ യസീദ് മഹാനായ ഹുസൈനാര് തങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് കോയിനെ അറുക്കുന്നത് പോലെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. നോക്കൂ നിങ്ങൾ, യസീദിന്റെ വാപ്പ മുആവിയ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അവര് വലിയ സ്വഹാബിയാണ്. പക്ഷേ മുആവിയ തങ്ങൾ സ്വഹാബികളെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴും മുത്തുനബി പറയാറുണ്ട്, മുആവിയ നീ എന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, കാരണം നിന്റെ മുതുകിൽ ഞാനൊരു കുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടി എന്റെ പേരക്കുട്ടിയെ കൊല്ലുന്ന ആളായി വരുമെന്ന് ഹബീബായ തങ്ങൾ നേരത്തെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ കാലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിവെച്ചു. യസീദിന്റെ പട്ടാളക്കാർ ഹുസൈനാര് തങ്ങളെ കഴുത്തറുത്ത് കൊന്നതുപോലെ. സുഹൃത്തുക്കളെ, ഇവർക്കങ്ങ് അസൂയ മൂത്ത് ഉസ്താദ് കള്ളനാണെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാം, ഉസ്താദിന്റെ കയ്യിൽ ശരീഅത്ത് വിരുദ്ധമായ ഒരു വാദവും ഇല്ല എന്ന് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ അറിയാം. എന്നിട്ടും അത്തിപ്പറ്റ ഉസ്താദിനെയും ശൈഖുനാ സിഎം വലിയുല്ലാഹിയെയും അങ്ങനെയുള്ള മഹാന്മാരെ കള്ളന്മാരാക്കിയ നിങ്ങൾ ഉസ്താദ് അവറുകളെയും കള്ളനാക്കി എന്നതല്ലാതെ നിങ്ങൾ ആ തീരുമാനത്തിന്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ല. വേദികൾ കണ്ടോ, കോഴിക്കോട്ട് ഏറ്റവും വലിയ സമ്മേളനത്തിൽ പേരോടക്കം പിന്നിൽ നിന്നിട്ട് ഉസ്താദ് ധാരിക്കുന്നു. ഇതാ സംഭവം ആവശ്യം. നിങ്ങൾ നോക്കണ്, അതാ പെരുമ്പാമ്പിന്റെ നോട്ട. എന്താ സംഭവം വെച്ചാൽ, ഈ മൂപ്പര് ഇരിക്കുന്ന സ്ഥാനത്ത് ആര് വന്നുപോയി? ഉസ്താദ് അവറുകൾ വന്നുപോയി. ഹസദ് എന്ന രോഗം പിടികൂടി. അതാണ് ഇവിടെ ഉണ്ടായ എല്ലാ വിഷയത്തിന്റെയും കാരണം. മുഖാമുഖവും സംവാദം നടത്തുമ്പോ നേരത്തെ നടത്തിയ ആളുകൾ മൂലയിലാകുമ്പോ അപ്പോഴും ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. രോഗം വന്നാൽ മരുന്ന് കുടിക്കലല്ലാതെ ഹക്കിനെ മറച്ചു വെക്കാൻ രോഗത്തിന് സാധ്യമല്ല.